കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അഴുക്ക് മുഴുവനും കൊണ്ടിടുന്ന സ്ഥലം. രാത്രിയാവുമ്പോൾ ഭയങ്കര പുകയാ, ചുമച്ച് ഉറങ്ങാൻ പറ്റില്ല. ആ, ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാം. അച്ഛാ, ഇതാണ് എൻ്റെ അച്ഛൻ മോഹൻ സെൽവരാജ്. അച്ഛൻ്റെ വിചാരം അച്ഛനാണ് ദ ബെസ്റ്റ് കുക്കെന്ന. പക്ഷേ ഫുഡൊക്കെ ശോകാ. ഞാൻ പോസിറ്റീവല്ലോ. സ്കന്ദപുരത്തെ അയാളുടെ വീട്ടിൽ നിന്നാണ് മോഹൻ FM-ലേക്ക് വിളിച്ചിരിക്കുന്നത്. ഷാൽ വി പ്രൊസീഡ് സർ? That man sounds dangerous. Don't take him lightly. Take all precautions. Sir. Sir. Vava. There's more. He has been going live on YouTube for last 6 months. What the hell? MLA പ്രസാദ് പുത്രന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ദുരൂഹത തുടരുന്നു. അതേസമയം താനാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് FM സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ തമിഴ്നാട് സ്വദേശി മോഹൻ സെൽവരാജിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ മോഹൻ എന്താ വല്ല സൈക്കോ ആണോ? MLA ചെയ്തതിന് മോഹൻ എന്ത് പഠിച്ചു? ഞാനെന്ത് ചെയ്യാനാ, പാർട്ടിയല്ലേ, ഒരുപാട് പേര് വരും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ കയറ്റി വിടണമെന്നാണ് MLA പറഞ്ഞത്. ആര് പറഞ്ഞാലോ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫ്ലാറ്റ് മുഴുവൻ മീഡിയക്കാരാ. അവനാണ് ഒരേ ഒരു വിറ്റ്നസ്. ഇന്നലെ രാത്രി പോലീസിന്റെ കൂടെ പോയതാ, പിന്നൊരു വിവരമില്ല. എന്താടാ ഇവന്മാർക്ക് കുറച്ച് കോമൺ സെൻസ് കാണിച്ചൂടെ? മീഡിയാസ് ആണെന്ന് പോലും. ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്താണ് ക്യാമറ വെച്ചേക്കണം. കിഡ്നാപ്പേഴ്സ് ആണെങ്കിൽ മിനിറ്റിന് സൗകര്യത്തിന് അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്. Is he live now? ബ്ലാങ്ക് സ്ക്രീൻ ആണ് സർ. കേസിന്റെ വിധി വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അന്ന് തൊട്ട് ലൈവ് ആക്റ്റീവ് ആണ് സർ. മകളുടെ യൂട്യൂബ് ചാനൽ ത്രൂ തന്നെയാണ് സ്ട്രീം ചെയ്യുന്നത്. That's twisted. യെസ് സർ. പിന്നെ ആൾ വന്നിരിക്കുന്നതിലൊക്കെ ഡിസ്റ്റർബ്ഡും ആണ്. പഴയ വീഡിയോസ് കാണിച്ചേ. യെസ്. അച്ഛാ, അച്ഛന് കേരളയാണോ ഇഷ്ടം, തമിഴ്നാടാണോ ഇഷ്ടം? ഒന്ന് ജന്മം തന്ന സ്ഥലം, ഇന്നൊന്ന് ജീവിതം തന്ന സ്ഥലം. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോ. എല്ലാവരും ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. MLA പ്രസാദ് പുത്രൻ്റെ അളിയനായിരുന്നു ഈ സ്കന്ദപുരംകാരൻ. അന്ന് ഇതിൻ്റെ പേരിൽ കുറെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഇവൾക്ക് വയ്യ. ഈ മണ്ണിൽ തന്നെ ഇവളോട് അമ്മ ഉറങ്ങണത്. പ്രസാദ് പുത്രൻ ചെയ്യുന്നത് അഴിമതി മാത്രമല്ല, ക്രൂരതയാണ്. ഇയാൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ. അതെ. മോളുടെ മരണശേഷമുള്ള വീഡിയോസ് കൂടുതലും തമിഴാണ്. Some kind of personality disorder. സരാസരി മനുഷ്യർക്കല്ല, ഈരത്തി കുച്ചി മാതിരി. பிறந்த நாள்லேருந்து சமூகம் அவனை உரைச்சிட்டே இருக்கும். ഇയാൾക്ക് റിലേറ്റീവ്സ് ആരുമില്ലേ? നോ സർ. കോയമ്പത്തൂരിലൊരു ഓർഫനേജിലാണ് ഇയാൾ ജനിച്ചതും വളർന്നതൊക്കെ. This guy has completely lost his mind. മിസ്റ്റർ മോഹൻ, നിങ്ങളുടെ നഷ്ടം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകളുടെ മരണത്തിൽ എനിക്ക് നേരിട്ട് ഒരു ഉത്തരവാദിത്വമില്ല. എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അമ്മോ, എന്താ അമ്മോ? അമ്മോ, അമ്മോ, അവിടെ അമ്മോ, അമ്മോ ഇവിടെ നോക്ക്. അമ്മോ, അമ്മോ, துயில் தோகையே நொடி நேரத்தில் கண்மூடினாயதாய செய்ய போவே நீயே என் தோளிலே துயில் தோகையே தடுமாறுமா விழி மூடுமா என் ஜீவன் பாழமா മോഹൻ സെൽവരാജ് ചെന്നൈയിലെ ജോലി സ്ഥലത്ത് വെച്ച് കൊച്ചിക്കാരിയായ ബിന്ദുവിനെ പരിചയപ്പെടുന്നു. ബിന്ദുവും മോഹൻ
അവന്റെ മകളും മരിക്കുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ്. ഈ സ്കന്ദപുരം പദ്ധതി ഇതുപോലെ എത്ര ജീവിതങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ടാവാം. What the hell is he up to now? ഈ മോഹൻ ചെറുപ്പത്തിൽ കുറച്ചു കാലം മെൻ്റൽ അസൈലത്തിലായിരുന്നു. ഓർഫനേജിൽ വളരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന യൂഷ്വൽ ട്രോമ. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിച്ചിട്ടുമില്ല. Sir, we are almost there. Okay, sir. ഒന്ന് വേഗം വിടൂ. இந்த அப்பா பிள்ளை சொந்தம் இருக்கே, எவ்வளோ அழகான ரிலேஷன்ஷிப் தெரியுமா? பொண்ணுக்காக என்னெல்லாம் பண்ணி வச்சுருந்தேன் தெரியுமா? ஒரு சேவிங்ஸ் அக்கௌண்ட் ஸ்டார்ட் பண்ணேன். அவள் காலேஜ் போகிறான். அப்புறம் இன்சூரன்ஸ் எடுத்தேன். நான் செத்துட்டேன்னா அவளுக்கு கல்யாணம் நடக்கணும் இல்லை. நானே இதெல்லாம் பண்ணி வச்சிருக்கேன்னா, பிரசாத் புத்திரன், நீ உன் பிள்ளைக்கு என்னெல்லாம் பண்ணி வச்சிருப்ப. உன்னோட பவர், பதவி, அதிகாரம் இதெல்லாம் வச்சிருந்தோம் உன் புள்ள உயிரோட கிடைக்க மாட்டான். இது இவ்வளோ இருந்தும் உன் பிள்ளைய காப்பாற்ற முடியலன்ற வேதனையிலேயே நீ வாழணும். இந்த வலியிலேயே நீ சாகணும். இதுதான் நான் அவனுக்கு கொடுக்குற தண்டனை. കുട്ടിയുടെ എന്തെങ്കിലും ക്ലൂ കൂടെയാണ്. സെർച്ച് വരുന്നത്. ഇവിടെ ഒന്നും കിട്ടില്ല സാർ. ബാബു, ടേക്ക് ഇറ്റ്. കാണ്ട് ആക്സസ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരിഭ്രാന്തി വേണ്ട. കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ ജനങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ എത്രയും വേഗം ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ മീഡിയ, ലെറ്റ്സ് കോഓപ്പറേറ്റ് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ ദിസ് ടുഗദർ. താങ്ക് യു. തന്റെ മരണം ഉൾപ്പെടെയെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതിനു ശേഷമാണ് മോഹൻ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും അയാളുടെ ധൈര്യവും. ഡിവോഴ്സായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. മരുന്നിൻ്റെ എഫക്റ്റ് ഒരു 5-6 മണിക്കൂർ കാണും. അളന്ന് ഉറങ്ങട്ടെ എന്തായാലും.